കൊല്ലം കുണ്ടറയിൽ റെയിൽവേ ട്രാക്കിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച് പ്രതികളുടെ ലക്ഷ്യം ട്രെയിൻ അട്ടിമറിക്കുക തന്നെയായിരുന്നുവെന്ന് എഫ്ഐആർ. പോസ്റ്റ് എളുപ്പത്തിൽ മുറിച്ചെടുക്കാനാണ് പാളത്തിൽ വെച്ചതെന്ന പ്രതികളുടെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. ഇരുവരെയും കോടതി റിമാൻഡ് ചെയ്തു. കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ പോസ്റ്റ് വെച്ച കേസിൽ അറസ്റ്റിലായ പെരുമ്പുഴ സ്വദേശി അരുൺ, കുണ്ടറ സ്വദേശി രാജേഷ് എന്നിവർ കുറ്റം സമ്മതിച്ചെങ്കിലും ഇരുവരുടെയും കുറ്റസമ്മത മൊഴി അവിശ്വസനീയമാണെന്ന കണ്ടെത്തലാണ് എഫ്ഐആറിൽ സൂചിപ്പിക്കുന്നത്. മദ്യലഹരിയിൽ പോസ്റ്റിലെ കാസ്റ്റ് അയൺ മോഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൃത്യം ചെയ്തതെന്നാണ് പ്രതികളുടെ മൊഴി. ക്രിമിനൽ പശ്ചാത്തലമുള്ള പ്രതികളുടെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തുവാൻ ശ്രമിച്ചതായുള്ള കുറ്റകൃത്യമാണ് പ്രതികൾ ചെയ്തതെന്ന് എഫ്ഐആറിൽ പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പും റെയിൽവേ വകുപ്പും അടക്കം ഗുരുതര വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച രീതിയും തോളിൽ ചുമന്നുകൊണ്ടുവന്നതുമെല്ലാം പ്രതികൾ പോലീസിനോട് വിവരിച്ചു. പുലർച്ചെ 3:35 കടന്നുപോകുന്ന പാലരുവി എക്സ്പ്രസ് ട്രെയിൻ ലക്ഷ്യമാക്കിയായിരുന്നു പ്രതികൾ പോസ്റ്റ് വെച്ചത്. എന്നാൽ പോലീസിന്റെ ഇടപെടലിൽ പോസ്റ്റ് മാറ്റിയതോടെ വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് രാജേഷിനെയും അരുണിനെയും കുണ്ടറ പോലീസ് പിടികൂടിയത്. പാലരുവി എക്സ്പ്രസ് കടന്നുപോകുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് ട്രാക്കിന് കുറുകെ പോസ്റ്റിന്റെ ഭാഗം കണ്ടെത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് നാട്ടുകാരും ആരോപിച്ചു. റെയിൽവേ ഉന്നത പോലീസ് അധികാരികളും NIAയും പ്രതികളെ കഴിഞ്ഞ ദിവസം തന്നെ ചോദ്യം ചെയ്തിരുന്നു. തെളിവെടുപ്പിന് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, കൊല്ലം.